UDF-ന് വലിയ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നാടൊട്ടുക്ക് വലിയ പ്രകടനങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അതിൽ കൂടുതലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, ജനവിധിയെ അപഹരിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നയിച്ചവൻ നയിക്കട്ടെ, അല്ലെങ്കിൽ കണ്ണേ കരളെ VDS എന്നൊക്കെ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്നിപ്പോൾ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ടെലിവിഷൻ സ്ക്രീനിൽ കാണാൻ പറ്റും. സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പണ്ടൊരിക്കൽ VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ല എന്ന് CPIM തീരുമാനിച്ച ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തിൻ്റെ സമാനഗതിയിലുള്ള ഒരു സംഗതി നാട്ടിലെമ്പാടും നടക്കുന്നത് കാണുന്നു. അതിനിടയ്ക്ക് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഏതെങ്കിലും നേതാക്കൾക്ക് വേണ്ടി പരസ്യ പ്രകടനം നടത്തിയാൽ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC ഒരു സർക്കുലറും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ജനവിധിയെ പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ അധികാര പിടിവാശി നാടകങ്ങൾ എന്ന് പല ആളുകളും പ്രതികരിച്ച് കാണുകയും ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സങ്കീർണതയെ അവർ എങ്ങനെ മറികടക്കും, ഇനി ഫൈനലി അവരെടുക്കുന്ന ഒരു തീരുമാനം എന്തുമാത്രം അവരെ സംബന്ധിച്ച് ഉപകാരമായിരിക്കും, അത് ജനത്തെ സംബന്ധിച്ച് എന്തുമാത്രം പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുന്നതായിരിക്കും, ഈ ചോദ്യം ഇന്നുമുണ്ട്. നമ്മളത് സംസാരിക്കുകയാണ്. അജിംസ്, എന്താണ് തോന്നുന്നത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു വിഷമവൃത്തത്തിനകത്ത് നിൽക്കുകയാണ്. അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട ക്ലെയിം ഉന്നയിക്കുന്ന ആൾക്കാരെയും പിണക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ തള്ളാൻ കഴിയാത്ത ഒരു നിലയിലാണ് അവരുള്ളതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് പറഞ്ഞു, ഞാനൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു, VD സതീശൻ തന്നെയാണ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ചിത്രമുണ്ടല്ലോ, അതായത് കുറേ പേരുടെ പേരെഴുതിയ പേപ്പർ. അത് മുമ്പ് ഉമ്മൻചാണ്ടി ആ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാധ്യമങ്ങളുടെ നേരെ ഒരു പേപ്പർ കാണിക്കുക, വേണമെങ്കിൽ അവരെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ. സോളാർ കേസിൻ്റെ സമയത്ത് സരിതയും അത് കാണിച്ചിരുന്നു, മാധ്യമങ്ങൾ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ. അത് എന്തിനു വേണ്ടിയായിരുന്നു? അതായത് ഒരു പേപ്പറിൽ കുറേയധികം MLA-മാരുടെ പേര് അവരുടെ നേരെ KC എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മറ്റേ ഉദുമ MLA-യുടെ പേര് നേരെ ഒന്നും ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു. ഒന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ പേര് പറഞ്ഞതാണ്, അതെന്താണ് രേഖപ്പെടുത്താത്തത്? രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടതാണ്, പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മൊത്തം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റേതായൊരു തിയറിയുണ്ട്. KC വേണുഗോപാൽ സീരിയസ്ലി മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയല്ല ഈ ഫൈറ്റ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റാവാം. അദ്ദേഹം വിചാരിക്കുന്നത് തനിക്ക് തൻ്റെ ഹോം സ്റ്റേറ്റിൽ നല്ല പിന്തുണയുണ്ട്, താനൊരു വേരില്ലാത്ത നേതാവല്ല, വേരില്ലാത്തൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ല, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി അല്ല, ഒരു അഖിലേന്ത്യാ നേതാവല്ല. അങ്ങനെ പലരും ഉണ്ട്. സ്വന്തം സംസ്ഥാനത്ത് പോയിട്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത, ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആളുകൾ അഖിലേന്ത്യാ നേതാക്കളായിട്ട് കോൺഗ്രസിൻ്റെ പലരും ഇരിപ്പുണ്ട്. അതുപോലെ ഒരാളല്ല താൻ. തനിക്ക് തൻ്റെ സ്റ്റേറ്റിൽ നല്ല പിടിപാടുണ്ട്. അത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണോ KC വേണുഗോപാലിൻ്റെ ഈ ഫൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ ന്യായമായി സംശയിക്കുകയാണ്. അതിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. മറുവശത്ത് വലിയ പ്രകടനങ്ങൾ തെരുവിൽ നടക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നിരീക്ഷകരെ സംബന്ധിച്ച് പ്രകടനമല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്, MLA-മാരുടെ അഭിപ്രായമാണ്. പിന്നെ ഘടകകക്ഷികളുടെയും അതുപോലെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തേണ്ടത്. അവരവിടെ എത്ര പ്രകടനം നടന്നു, KC-ക്ക് എത്ര എതിരെ അനുകൂലമായിട്ട് എത്ര ഫ്ലെക്സ് ഉണ്ട്, VD-ക്ക് എത്ര ഫ്ലെക്സ് ഉണ്ടെന്ന് അവർ എണ്ണേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, KC വേണുഗോപാലിന് ഹോം സ്റ്റേറ്റിൽ നല്ല പിന്തുണയുണ്ട് എന്ന വിവരം മുകളിലെത്തിക്കാൻ കഴിയും. VD സതീശന് ആണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ശില്പി എന്നുള്ളത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ പറയുന്ന സോ കോൾഡ് ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് അറിയാത്തതല്ലല്ലോ. കുറഞ്ഞ വർഷം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അറിയാം എന്താണ് കേരളത്തിൽ നടക്കുന്നത്. അത് KC എടുത്ത പണി അവർക്ക് തീർച്ചയായിട്ടും അത് പണിയല്ലല്ലോ, അത് സംഘടനാ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ട കാര്യമാണല്ലോ. ഫണ്ട് എത്തിക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക എന്നുള്ളത് സംഘടനാ ജനറൽ സെക്രട്ടറി പണിയാണ്. പക്ഷേ അതിനപ്പുറം ഒരു രാഷ്ട്രീയമായ മൊബൈലൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എന്നുള്ളത് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. പിന്നെ അവിടെ ആകെയുള്ളൊരു ക്ലെയിം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ക്ലെയിമാണ് സാധുതയുള്ളൊരു ക്ലെയിം. കാരണം അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ കോൺഗ്രസിലെ പലരും മുഖ്യമന്ത്രിമാരാവുകയോ പിന്നെ സ്ഥാനം ഒഴിയുകയൊക്കെ ചെയ്തു. അദ്ദേഹം പല മുഖ്യമന്ത്രിമാരുടെയും കിങ് മേക്കറായി മാറിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ചുമതല ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം പല ഗവൺമെൻറ്റുകളുടെ ഫോർമേഷൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം പോലും സംസ്ഥാനത്ത് അദ്ദേഹത്തിനാവാൻ കഴിഞ്ഞില്ല. 2021 ദൗർഭാഗ്യകരമായി തുടർഭരണം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആ സാധ്യത നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ വിഷമം തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് കേൾക്കും. എങ്കിൽ പോലും അപ്പോഴും രണ്ടും തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ വരെ സതീശൻ്റെ ഭാഗത്താണ്. സതീശനാണ് ഈ പറയുന്ന 102 സീറ്റ് വിജയത്തിൻ്റെ ശില്പി എന്നുള്ളത് ഹൈക്കമാൻഡിന് അറിയാത്ത കാര്യമൊന്നുമല്ല. പിന്നെ അതിൻ്റേതായൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് MLA-മാരുടെ മീറ്റിംഗ് വിളിക്കുന്നു, അതിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നു, ഞായറാഴ്ച പ്രഖ്യാപിക്കുന്നല്ലേ അവർ പറഞ്ഞത് നേരത്തെ. ഇന്ന് വെള്ളിയാഴ്ചയായി, നാളെ ഒരു ദിവസം, നാളെ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു, ഞായറാഴ്ച പ്രഖ്യാപിക്കും. അതങ്ങനെ ഒരു വൈകലല്ല. പക്ഷേ ഇത് മൊത്തം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും വോട്ട് ചെയ്തവർക്ക് നിരാശ ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തെരുവിൽ നടക്കുന്ന ഈ യുദ്ധം,
സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം, സോഷ്യൽ മീഡിയയിലൊക്കെ പേജസ്, ഞാൻ ഇപ്പോൾ ഇന്നാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ. മുമ്പേ തന്നെ ഈ പഴയ പേജുകൾ, ഒരു പേജിൻ്റെ പേര് ലവേഴ്സ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ ലവേഴ്സ് എന്നുള്ള പേജിൽ രാഹുൽ ഗാന്ധിയുടെ പടം, അത് എന്താണെന്ന് പോയി നോക്കുമ്പോൾ അതിൽ KCക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ്, കേരള യാത്ര വെച്ചൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിരുന്നല്ലോ. ഒരു പേജ് കേരള യാത്ര, അതിലിങ്ങനെ KCക്ക് വേണ്ടിയുള്ള പോസ്റ്റുകൾ. ചില പേജുകളിൽ KCക്കും VDക്കും RCക്കും വേണ്ടി പോസ്റ്റുകളുണ്ട്. അതാണ് എൻ്റെ രസം. അവരൊക്കെ എന്താണ് അതൊക്കെ പെയ്ഡ് പോസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ പേജുകൾ സൃഷ്ടിച്ചത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും എന്തോ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നൊരു മതിപ്പ് കുറവ്, അത് തീർച്ചയായിട്ടും UDFന് തന്നെ ഒരു തിരിച്ചടിയാണ്. അതിലുള്ള രോഷമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ അവർ പ്രകടിപ്പിക്കുന്നത് ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു ഈ സമയത്തിനുള്ളിൽ നിന്നാണ്. അതർവൈസ് ഇത് വലിയൊരു വൈകലൊന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വൈകലല്ല. തിങ്കളാഴ്ച റിസൾട്ട് വരുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ 24 മണിക്കൂറിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച വരുന്നു എന്നുള്ളതിനപ്പുറം, ഇതൊരു തരം ചേരിപ്പോര് എന്നതിനപ്പുറം ഇപ്പോൾ ഒരാളൊരു കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയിലാവട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ക്ലെയിം ഉന്നയിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് വേണമല്ലോ. നമുക്കിതിൽ ചില കാര്യങ്ങൾ ലോജിക്ക് തന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ക്ലെയിംസ് കാണുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്താണ്, KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ റീഹാബിലിറ്റേഷൻ എങ്ങനെയായിരിക്കും? KC വേണുഗോപാലിന് കുറേ കൂടി ഉത്തരവാദിത്തമുള്ള പദവികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണോ, രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പൊസിഷൻ കൊടുക്കുകയാണോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. അതായിരിക്കും ഒരു പക്ഷേ ഹൈക്കമാൻഡ് ഇനി ചർച്ച ചെയ്യുക. പക്ഷേ അതിനപ്പുറം നമ്മൾ പറയുന്ന പോലെ 2021 UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നൊരു സമയമുണ്ട്, 101 സീറ്റുമായിട്ട്. അന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് ഇതിനേക്കാൾ വലിയ അടിയായിരുന്നു. അന്ന് ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതല്ല, ആ ഇലക്ഷന് തൊട്ട് മുമ്പ് കരുണാകരൻ ആൻ്റണി ചേരിപ്പോരിൻ്റെ ഒരു വലിയ സംഘടനത്തിന് ശേഷമാണ്. അപ്പോൾ ആ തമ്മിലടി എന്ന് പറഞ്ഞാൽ വലിയ തമ്മിലടി നടന്നിട്ട് 101 സീറ്റ് കൊടുത്ത് UDFന് അധികാരത്തിൽ ഏറ്റുമാണ് വോട്ടർമാർ ചെയ്തത്. അപ്പോൾ അന്ന് ഈ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ്റെ മാതൃഭൂമിയിൽ വന്നൊരു വലിയ വിഖ്യാതമായൊരു കാർട്ടൂണുണ്ട്. 2 കുട്ടികൾ രാത്രി ഇരുന്ന് അടി കൂടുകയാണ്. കുട്ടികൾ ആൻ്റണിയും കരുണാകരനുമാണ്. തൊട്ടപ്പുറത്ത് VS അച്യുതാനന്ദൻ നല്ല കുട്ടിയായിട്ട് സ്റ്റൂഡിയസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു പഠിക്കുന്നു. അവസാനം പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ ഇവർക്ക് 101, അച്യുതാനന്ദന് അക്കം കുറവ്. അത് ഭയങ്കര രസമുള്ള കാർട്ടൂണായിരുന്നു. അന്ന് അത് സംഭവിച്ചാണ്. പക്ഷേ അത്രയും മോശമായൊരു കാര്യമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ല. ആക്ച്വലി ആ ഗ്രൂപ്പിസം ഇല്ലാത്തതുകൊണ്ടാണ് VD സതീശന് വേണ്ടി ആരും കൈവെക്കാത്തത്. ആക്ച്വലി ഈ VD സതീശൻ ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത സമയത്ത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് വേറെ തരത്തിൽ ഗ്രൂപ്പ് രൂപം കൊള്ളുകയായിരുന്നു MLA-മാരുടെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിന് സാധുതയുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ, ഇനി സാധുതയുണ്ടോ എന്നുള്ളത് കൂടി ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ വളരെ നിർണായകമാണ്. ആ ഗ്രൂപ്പ് നിലനിൽക്കുമോ? ആകെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ രസം. കേരളത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ എത്ര ഗ്രൂപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് KC ഗ്രൂപ്പാണ്. അതിനുവേണ്ടി ആളുകളുണ്ട്, MLA-മാരുണ്ട്, ആളുകൾ KPCC അധ്യക്ഷൻ പോലും സംസാരിക്കുന്നു ആ ഗ്രൂപ്പിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് നിലനിൽക്കുമോ, ആ ഗ്രൂപ്പിന് ഇനി ഭാവിയുണ്ടോ എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ വരും. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു പ്രധാനപ്പെട്ട ലേഖനം, അതിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് ആന്ധ്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ആ തലക്കെട്ട്. അത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. അതായത് കോൺഗ്രസ് കുത്തിയൊലിച്ചു പോയ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കി വെച്ച മുഖ്യമന്ത്രിമാരാണ് അവിടെ സംഘടനയെ നശിപ്പിച്ചത്. സർക്കാരിനെ നശിപ്പിക്കുക മാത്രമല്ല, സംഘടനയെ തന്നെ നശിപ്പിച്ചത് ഹൈക്കമാൻഡിൻ്റെ ഈ ഇതാണ് ഹെലികോപ്റ്റർ ലോഞ്ചിങ് CMs ആണ് അത് നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ് ആ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അത് ഇവിടെയും ആവർത്തിക്കും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് ഞാൻ കരുതുന്നേയില്ല. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പ്രഡിക്റ്റ് ചെയ്യുന്നു, VD സതീശൻ തന്നെ അവർ പ്രഖ്യാപിക്കും. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും വേറെ രീതിയിൽ അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി. അല്ല, അതിനിടയ്ക്ക് ഒരു അപ്ഡേറ്റ് ഉള്ളത്, VD സതീശൻ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നേതാക്കൾക്കാർക്കെങ്കിലും വേണ്ടിയോ ഫ്ലെക്സ് ബോർഡിലൊക്കെ പ്രകടനം നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. അവിടെയും റെഡ്ജറിക്കാണ് സതീശൻ. മറ്റൊരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ദിവസം ഇതിനകത്ത് ഇനിയിപ്പോൾ അജിബ്സ് പറഞ്ഞ സ്ട്രാറ്റജി കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ എന്തായാലും KC വേണുഗോപാലിന് പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നു എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് പിൻവാങ്ങുന്നതാണ് KC വേണുഗോപാലിന് നല്ലത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് നല്ലത് അതാണ്. എന്ന് പറഞ്ഞാൽ 2-3 ഘടകങ്ങൾ. ഒന്ന്, 2 ആഴ്ച മുമ്പ് അല്ല, ഒരു മാസം മുമ്പാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് MP-മാർ മത്സരിക്കേണ്ടതില്ല. ആരാ തീരുമാനിച്ചത്? ഹൈക്കമാൻഡ്. ഈ KC വേണുഗോപാൽ എന്താണ്? ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിലിരിക്കുന്ന
അദ്ദേഹം കൂടി ചേർന്ന് തീരുമാനിക്കുകയാണെന്ത് MP മാർ മത്സരിക്കേണ്ടതില്ല. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആരാണ്? MP ആണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഔദ്യോഗികമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, സാങ്കേതികമായി മുഖ്യമന്ത്രി ആകണമെങ്കിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു MLA രാജിവെപ്പിച്ച് അവിടെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചിട്ട് വേണം ആകാൻ. എന്ന് പറഞ്ഞാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം വരുന്നത് എവിടെയാണ്? MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന KC വേണുഗോപാൽ തന്നെ ഭാഗമായിട്ടുള്ള ഹൈക്കമാൻഡ് തീരുമാനം അത് ലംഘിക്കപ്പെടുകയാണ്. അങ്ങനെ ലംഘിക്കപ്പെടാൻ വേണ്ടി പുതിയൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഒരു തീരുമാനം 1.5 മാസത്തെ പഴക്കമുള്ള തീരുമാനം അവിടെ നിൽക്കുകയാണ്. ആ തീരുമാനം എക്സ്പയർ ആയിട്ടില്ല, അല്ലെങ്കിൽ ആ റിവ്യൂ ചെയ്തിട്ടില്ല. അതിനിടയിൽ ഇദ്ദേഹം ക്ലെയിം ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തത്, കേരളത്തിന് മേൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പുകളെന്ന് ഒരു ചോദ്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമല്ലോ. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എങ്ങനെ മറുപടി പറയും? നേതാക്കന്മാർക്ക് വേറെ എന്തെങ്കിലും പറയാതിരിക്കാം. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ, അല്ലെങ്കിൽ വീട്ടിൽ കയറി വോട്ട് പിടിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അല്ല സാറേ, ഒരു 2 മാസം മുമ്പ് നിങ്ങൾ വന്നായിരുന്നല്ലോ, ഇപ്പോൾ എന്തിനാണ് വീണ്ടും വരുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകൻ, വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എന്ത് മറുപടി പറയുമെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യത്തിനും ലോജിക്കലായ ഉത്തരം ആര് പറയണം? ഹൈക്കമാൻഡ് അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയണം. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു സെനാരിയോ ഉണ്ടാകാം. ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് മുഖ്യമന്ത്രി വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വലിയ തോതിലൊരു ലീഡർഷിപ്പ് ക്രൈസിസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് വാക്വം ഉണ്ടാകുന്നു ഒരു സംസ്ഥാനത്ത്, ഒരു പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ്, അങ്ങനെ വിശദീകരിക്കണം. ഇവിടെ ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ട്, ഇപ്പോൾ സംസ്ഥാനത്ത് നയിക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പോപ്പുലർ മാൻഡേറ്റുള്ള ഒരു ലീഡർ ഇവിടെ ഇല്ല, മുഖ്യമന്ത്രിയാക്കാൻ പാകത്തിൽ പോപ്പുലർ മാൻഡേറ്റുള്ള ഒരു ലീഡർ ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയണ്ടേ. ആ മനുഷ്യരല്ലേ ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുവരെ വോട്ട് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുന്ന ഒരു ലോജിക്, ഒരു സിമ്പിൾ ലോജിക്, എന്തെങ്കിലും ഒരു സിമ്പിൾ ലോജിക്. ആളുകൾക്ക് ഗോവിന്ദ മാഷ് പറയുന്ന ഒരു വലിയ സിദ്ധാന്തമൊന്നും അല്ല പറയുന്നത്, വളരെ ലളിതമായിട്ടുള്ള ഒരു ലോജിക്ക് പറയണം. അത് പറയാനില്ലാതെ ഈ റേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് വ്യക്തിപരമായി തന്നെ KC വേണുഗോപാലിനാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനാണ് അത് ബാധിക്കാൻ പോകുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്താണ് ഉറപ്പ്? ഞാൻ ഇന്നലെ വീണ്ടും ആവർത്തിക്കുന്നു, MK സ്റ്റാലിനെ കൊളത്തൂരിൽ പരാജയപ്പെടുത്തിയ വോട്ടർമാരുള്ള കാലമാണിത്. പിണറായി വിജയനെ ധർമ്മടത്ത് 6 റൗണ്ടിൽ പിറകിലോടിച്ച വോട്ടർമാരുള്ള കാലമാണിത്. അപ്പം അങ്ങനെ ഒരു കാലത്ത് KC വേണുഗോപാൽ ഇങ്ങനൊരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുമായി വന്നാൽ വോട്ടർമാർ എങ്ങനെ പെരുമാറും എന്നതിനെക്കുറിച്ച് ആദ്യത്തെ ആദ്യം ഉണ്ടാവേണ്ടത് വേണുഗോപാലിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ അതുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അതെന്താണ് അദ്ദേഹം മനസ്സിലാക്കാത്തതെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വശത്ത്. രണ്ടാമത് ഈ പറയുന്ന, നമ്മൾ ലളിതമായിട്ട് നിഷാദ് വെറുതെ ഒന്ന് റോട്ടിലിറങ്ങാം, ആളുകളോട് ചോദിക്കുക, നിങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ എന്താണ് മറുപടി കിട്ടുക? സാമാന്യമായി കിട്ടുന്ന മറുപടി എന്താണ്? അത് VD സതീശൻ എന്നുള്ളതാണ്. അത് ബീച്ചിൽ പോയിക്കോ, പാർക്കിൽ പോയിക്കോ, അല്ലെ പീഡിയ കോലായി പോയിക്കോ, എവിടെ പോയാലും നമുക്ക് ജനങ്ങളോട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന മറുപടി അതാണ്. കോൺഗ്രസ്സുകാരായിക്കൊള്ളണമെന്നില്ല, ജനറൽ പബ്ലിക്കാണ്. ചിലപ്പോൾ കോൺഗ്രസിൻ്റെ UDF വോട്ട് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഘടകകക്ഷിയിലെ പ്രവർത്തകരായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പോപ്പുലർ മാൻഡേറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനൊരു വസ്തുത നാട്ടിലുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി പരിശോധിക്കപ്പെടണം എന്ന് ഞാൻ പറയാം. നമുക്ക് പബ്ലിക് മൂഡ് എന്താണ്, പോപ്പുലർ മൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയാണ് നേതൃത്വത്തിൻ്റെ ആദ്യ ശേഷി എന്ന് പറയുന്നത്. ആ ശേഷി അവർക്കില്ലാതെ അവർ സാങ്കേതികമായി MLA മാർ ഇത്ര പേര്, എൻ്റെ മാക്കൻ്റെ കടലാസിൽ ഇത്ര MLA മാർ ഇന്ന ആൾക്കാണ് എഴുതിയിരിക്കുന്നത്, X or Y ആരോ ആയിക്കോട്ടെ എന്നുള്ള സാങ്കേതിക കാരണങ്ങളാൽ, അല്ലെ കമ്മിറ്റിയുടെ തീരുമാനം ഇങ്ങനെയാണ് എന്നുള്ള സാങ്കേതികത വെച്ചിട്ട് മനുഷ്യർ കമ്മിറ്റി ജീവികളല്ല. അപ്പോൾ ഈ മനുഷ്യർ UDFന് വോട്ട് ചെയ്ത ബഹുജനം, അവരുടെ വികാരം എന്താണ്, അവരുടെ മാൻഡേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ ശേഷിയുള്ളവരെ നമുക്ക് നേതൃത്വം വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ തീരുമാനങ്ങൾ എടുത്തതിനെക്കുറിച്ച് അജിംസ് പറഞ്ഞു. അതും കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ രാജസ്ഥാനും മധ്യപ്രദേശും വിട്ടേക്കൂ, അവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ലേറ്റർ ഓൺ
ഈ പോസ്റ്റ് ബാബരി കാലത്ത് ദുർബലമായ സംസ്ഥാനമെന്ന് വിചാരിക്കാം. പക്ഷേ ആന്ധ്ര അങ്ങനെ ആയിരുന്നില്ല. ആന്ധ്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായിരുന്ന സ്ഥലമാണ്. അത് അവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം, പ്രാഥമിക ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അവരുടെ നേതൃശേഷിയെക്കുറിച്ചിട്ടുള്ള ഗൗരവതരമായ ആലോചന നടക്കണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസത്തെ മൂടല്ല, ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കോൺഗ്രസ് പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടിതമായ യത്നത്തിൻ്റെ പുറത്താണ് അവരിറങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നിഷാദ് പറഞ്ഞു, KPCC സർക്കുലർ വരുന്നു, VD സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, പക്ഷേ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകടനങ്ങൾ പുതിയ സ്ഥലങ്ങളിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധി ജില്ലകളിൽ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഞാൻ പറയും 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ, VDക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് VSന് വേണ്ടി രൂപപ്പെട്ട ആ ഒരു ജനകീയമായ ഇടപെടലുണ്ടല്ലോ, ആ ഒരു VS മൊമെൻറ്റ് VDS മൊമെൻറ്റ് ആയി മാറുകയാണ്. അല്ലെങ്കിൽ VD സതീശന് വേണ്ടി ഒരു VS മൊമെൻറ്റ് രൂപപ്പെടുകയാണ്. അതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് VD സതീശന് നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടായി വരികയാണ് ചെയ്തത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും അദ്ദേഹം കേരളത്തിലൊരു പോപ്പുലർ ഫിഗർ, VS അച്യുതാനന്ദന് ശേഷം ആ നിലയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള ഒരു സ്റ്റാച്ചറിലേക്ക് കയറുകയാണ്. അതും ആർക്കാണ് നഷ്ടം? അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. CPM-കാർ പോലും VD സതീശന് വേണ്ടി CPM-കാർക്ക് വേണ്ടി വാദിക്കുന്നു. അപ്പോൾ നോക്കൂ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ റെസ്പെക്റ്റഡ് ആയ നേതാവായിരുന്നു KC വേണുഗോപാൽ, കോൺഗ്രസ്സുകാർക്കിടയിൽ റെസ്പെക്റ്റഡ് ആയിരുന്നു, MLA-മാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷേ അദ്ദേഹം ഈ റേസിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വലിയ ഡാമേജ് ഇല്ലാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇപ്പോൾ കേരളത്തിൽ ഈ നടക്കുന്ന വലിയ പിന്തുണ പ്രകടനങ്ങൾ കണ്ടിട്ടെങ്കിലും റിസ്ക് മനസ്സിലാക്കി KC വേണുഗോപാൽ പിൻവാങ്ങുമോ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും തീരുമാനം മറ്റന്നാൾ വരുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നേതാക്കളോട് ഡൽഹിക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.